ഈശോ മിശിഹായുടെ ശ്ലീഹന്മാരുടെ നിരയിൽ, മാർത്തോമായുടെ മക്കളെന്ന നിലയിൽ, പൗരസ്ത്യ സുറിയാനി സന്താനങ്ങളെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട ശ്ലീഹ മാർത്തോമാ ശ്ലീഹായാവും എന്നുള്ള കാര്യം നിസ്തർക്കമായ വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം, ചരിത്രം, ഭാരതത്തിലേക്കുള്ള വരവ്, ഭാരതത്തിലെ പ്രേക്ഷിത യാത്രകൾ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. സുവിശേഷങ്ങളിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായെപ്പറ്റി എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? സമാന്തര സുവിശേഷങ്ങളിൽ ആദ്യ 3 സുവിശേഷങ്ങളിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായെപ്പറ്റി പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല. ശ്ലീഹന്മാരുടെ പേരുകൾ നൽകപ്പെടുന്ന സ്ഥലങ്ങളിൽ തോമാസ് ശ്ലീഹായുടെ പേരും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. തോമാസ് ശ്ലീഹായെപ്പറ്റി നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് 4-ാമത്തെ സുവിശേഷത്തിൽ നിന്നുമാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും. അവിടെ 4 ഇടത്താണ് വിശുദ്ധ തോമാസ് ശ്ലീഹായെപ്പറ്റി പരാമർശമുള്ളത്. ആദ്യ പരാമർശം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. അവിടെ ലാസർ മരണപ്പെട്ട് കഴിയുമ്പോൾ ബഥാനിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റ് ശ്ലീഹാമാർ ഈശോയെ തടസ്സപ്പെടുത്തുകയാണ്. യഹൂദർ നിന്നെ കല്ലെറിയാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് തടസ്സം പറയുന്ന മറ്റു ശ്ലീഹന്മാരുടെ നടുവിൽ ധൈര്യത്തോടെ ഈശോയോട്, മറ്റു ശ്ലീഹന്മാരോട് അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം എന്ന് പറയുന്ന ശ്ലീഹായാണ് മാർ തോമാസ് ശ്ലീഹ. രണ്ടാമത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. ദൈവപിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥാനങ്ങളെപ്പറ്റിയും അവിടേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും ഈശോ പറയുമ്പോൾ നിഷ്കളങ്കതയോടെ വിശുദ്ധ തോമാസ് ശ്ലീഹ ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? മൂന്നാമത് നമ്മൾ തോമാസ് ശ്ലീഹായെ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. ഉത്ഥാനാനന്തരം താൻ ഒഴികെയുള്ള ശ്ലീഹാമാരെല്ലാം ഉത്ഥിതനായ ഈശോയെ കണ്ടുവെന്ന് മനസ്സിലാക്കുന്ന തോമാസ് ശ്ലീഹായുടെ നിഷ്കളങ്കമായ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ ഈശോ മിശിഹ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വിലാവിൽ കൈവയ്ക്കുവാനും ആണിപ്പഴുതുകളിൽ വിരലിടുവാനും ഈശോ ക്ഷണിക്കുമ്പോൾ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ സുവിശേഷ ഭാഗങ്ങളെപ്പറ്റിയെല്ലാം പല ആവർത്തി നമ്മൾ കേൾക്കുകയും പല ആവർത്തി നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും അവസാനം തോമാസ് ശ്ലീഹായെപ്പറ്റി പറയുന്നത് 21-ാം അധ്യായത്തിലാണ്. അവിടെ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്തും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു പ്രത്യേകത, 7 ശിഷ്യന്മാരുടെ പേരുകൾ നൽകപ്പെടുമ്പോൾ പത്രോസ് ശ്ലീഹായ്ക്ക് ശേഷം ഏറ്റവും ആദ്യം 2ാമത് നൽകപ്പെടുന്ന പേര് തോമാസ് ശ്ലീഹായുടെ പേരാണ് എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ശ്ലീഹന്മാരുടെ പേരുകളുടെ നിരയിൽ 2ാം സ്ഥാനത്ത് തോമാസ് ശ്ലീഹായുടെ പേര് നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സ്മരണീയമായ, പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുക്രാന ഓർമ്മയാചരിക്കുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായെ പറ്റിയുള്ള വിശുദ്ധ ലിഖിത ഭാഗങ്ങൾ ഒന്നുകൂടി ഒരാവർത്തി കൂടി വായിക്കുവാനും അദ്ദേഹത്തെപ്പറ്റി കുറെ കൂടെ ധ്യാനിക്കുവാനും വിശുദ്ധ തോമാസ് ശ്ലീഹ പകർന്നു നൽകിയ വിശ്വാസവും പൈതൃകവും പാരമ്പര്യവും കറപുരളാതെ ജീവിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം.